അയ്യോ സോറി. ഹലോ ഗായ്സ്, അപ്പം പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് കാറിന്റെ ഉള്ളിലാണ് ഞങ്ങള്. എപ്പോഴും വീടിന്റെ ഉള്ളിലും വീടിന് പുറത്തൊക്കെ അല്ലേ ഇൻട്രോ. അപ്പൊ ഞാൻ പറയുന്നത് വെറൈറ്റിക്ക് നമുക്കൊന്ന് ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്റെ ചാനലിൽ ഞാൻ പറയില്ലേ അനങ്ങാതെ ഇങ്ങനെ കിടക്കണേന്ന്. ഇപ്പോഴത്തെ വീഡിയോസ് ഒക്കെ ഇട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. മറ്റേ ചാനലിലും അതേപോലെ വീഡിയോസ് വരും, ഇതിനകത്തും വീഡിയോസ് വരും. വെവ്വേറെ വീഡിയോസ് ആയിരിക്കുള്ളൂ കേട്ടോ. വ്ളോഗുകളെല്ലാം വെവ്വേറെ ആയിരിക്കുള്ളൂ, ഒറ്റ വ്ളോഗ് തന്നെ ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് കണ്ടതല്ലേ, പിന്നെ ഇത് കാണണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇരിക്കരുത്, ഇതും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതെ, ചെറിയൊരു അപ്പൊ നാളെ ചെറിയൊരു പരിപാടി ഉണ്ട്. അതെ, ചെറിയൊരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് റെഡിയാക്കണം. അത് മറ്റേ ചാനലിലായിരിക്കും കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾ നമ്മളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. വെളിച്ചെണ്ണ വാങ്ങി, അതെ ജഗ് തന്നെ, ഈ ജഗ്ഗിനകത്ത് മൊത്തം വെളിച്ചെണ്ണ ഇട്ട കണ്ട. കാരണം ഞങ്ങൾ ഇന്ന് ചെന്നപ്പോ അവിടെ ചെന്നപ്പോ ചേച്ചി പറഞ്ഞു 530-540 രൂപയൊക്കെ ഉണ്ടായുള്ളൂ വെളിച്ചെണ്ണക്ക്. ഇപ്പൊ ഒറ്റടിക്ക് 579 വന്നിട്ടുണ്ട്. ഇനി കൂടാനേ ചാൻസ് ഉള്ളൂ. അയ്യോ സോറി, 240. ഞാൻ 570 ഞാൻ വാങ്ങിയത് ടോട്ടലി. അതാണ് 279 ഇപ്പൊ വെളിച്ചെണ്ണക്ക് റേറ്റ്. 1 ലിറ്ററിന് 277. അതായത് 2 രൂപ വ്യത്യാസമുള്ളൂ. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു. അപ്പൊ ഞാൻ കിലോയിൽ ലിറ്റർ തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു. അതിൽ കുറച്ച് ഡിഫറൻറ്റ് വരുമെന്ന്. അപ്പൊ അങ്ങനെ ബിനീഷ അങ്ങോട്ട് മേടിച്ചു. പിന്നെ നല്ല അടിപൊളി കോക്കനട്ട് ഓയിലുണ്ട്. അതെ, കോക്കനട്ടിൽ അപ്പൊ വീട്ടിൽ തന്നെ അവരുണ്ടാക്കുന്നതാണ്. കൊപ്രയൊക്കെ ഉണക്കി എല്ലാം റെഡിയാക്കി. പിന്നെ അതുപോലെ അവിടെ ചിരട്ട കൊടുത്തു കഴിഞ്ഞാൽ 1 കിലോ 135 രൂപ അതൊക്കെ കിട്ടും. അത് വെളിച്ചെണ്ണ അത് കാശാ. ചിരട്ട ഞാൻ കൂട്ടി അവിടെ കൊണ്ടേ കൊടുക്കാം. അപ്പൊ അതെ, നമ്മൾ ആദ്യത്തെ പ്ലേസിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് എന്തായാലും. അപ്പൊ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിയപ്പോ വെളിച്ചെണ്ണക്ക് അത്ര 279 രൂപയാണ്. അപ്പൊ ഞാൻ 570 രൂപക്കാണ് ഞാൻ വാങ്ങിയത്. ഈ ജഗ്ഗിൽ കൊള്ളാവുന്ന രീതിയിൽ ഞാൻ അങ്ങനെയാണ് വാങ്ങിയത്. അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത സ്ഥലത്ത് ഞങ്ങൾ മീൻകടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മുടെ കുറച്ച് ലേറ്റ് ആയി. ബിസിയാണ്. പാപ്പന് എന്നെ നോക്കാനേ നേരിട്ടെന്ന് പറയുന്നത്. പിന്നെ അവിടെ ചേട്ടന്മാരൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ ഞാൻ എന്താണ് മീൻ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കട്ടെ. വയറ് ഇങ്ങനെ ഇതായിട്ട് കിടക്കണം, പക്ഷെ നല്ലതാണ്. നോക്കട്ടെ, ചോദിച്ചിട്ട് എടുക്കാം. എപ്പോഴും ഞങ്ങൾ എങ്ങനെയാണ് ചോദിക്കുമ്പോഴത്തേക്ക് ഇത് സൂപ്പർ സ്ഥലം കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ ഞങ്ങളുണ്ട്. ഞങ്ങൾക്ക് അടിക്കാത്ത മീൻ വരെ പാപ്പനാണ് ഞങ്ങളെ കൂടെ തീറ്റിക്കുന്നത്. നല്ല ടേസ്റ്റ് ആകുന്നത്. ഞങ്ങൾ വാങ്ങിയില്ലായിരുന്നു ശരിക്കും ഒരു മീനായോ വേണ്ട ഞാൻ കഴിക്കില്ലെന്ന് പറയും. ഇത് കൊണ്ട് തിന്ന് നോക്കി. പിന്നെ അത് തിന്നിട്ട് വേണ്ട ആ സാധനം ആ മീൻ എടുത്ത് വാങ്ങിക്കൊണ്ടു. അവിടെ നിന്ന് കുറച്ച് ചാളയും അതുപോലെ കുറച്ച് കൊഴുവയും മേടിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ പച്ചക്കറി മേടിക്കാനായിട്ട് ഇങ്ങനെയായിരുന്നു. കാരണം ബിനോയ് ചേട്ടൻ്റെ കടയാണ്. ഞങ്ങളുടെ വലിയ പറമ്പിലുള്ള ബിനോയ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ആൾ ആബ്സെൻ്റാണ്. ബിനോയ് ചേട്ടൻ ഇല്ല കേട്ടോ. ബിനോയ് ചേട്ടൻ കണ്ടു. ഞങ്ങൾ കൂർക്കയൊക്കെ കൂടെ കണ്ട നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് പച്ചക്കറിയാണ് ഇവിടെ വന്നാൽ ഞങ്ങൾ എപ്പോഴും മേടിക്കണത്. കൂർക്ക മേടിക്കണം. കൂർക്ക മേടിക്കും. നല്ല ക്ലീൻ ചെയ്ത് വെച്ച കൂർക്കുണ്ട്. ഇവിടെ ഒരു കടയിലോട്ട് വന്നേക്കണം കേട്ടോ, കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്രോട്ടീൻ്റെ സാധനങ്ങൾ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് നൂഡിൽസ് കാര്യങ്ങൾ എടുക്കാനുണ്ട്. അപ്പോൾ അത് എടുക്കണം. അപ്പോൾ അതിനകത്തോട്ട് പോട്ടെ. ഞാൻ ഇവിടെ നൂഡിൽസ് ഇരിപ്പണം. ഞാൻ ഈ നൂഡിൽസ് ഉണ്ട് കഴിക്കണം. നല്ല ടേസ്റ്റാണ്. മൈദയുടെ ഇല്ലേ, അപ്പോൾ അത് നമുക്ക് അത്രയും സുഖകരമല്ല. പക്ഷേ ഇതിന് നല്ല ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ നല്ല അതിനകത്തുള്ള പൊടിയില്ലേ, നമ്മൾ മറ്റേതിലുള്ള പൊടി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചുവയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനങ്ങനെയൊന്നുമല്ല, നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം എരിവും ഉപ്പും എല്ലാം അതിനകത്ത് തന്നെയുണ്ട്. നമ്മൾ വേറെ ഇതൊന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതൊരു 3 എടുക്കണം. അത് ചാള വെട്ടിയൊക്കെ വെച്ചു. ചാളയിൽ നിറയെ മുട്ടയുണ്ട് കേട്ടോ. നിറയെ മുട്ടയുള്ള ചാളയാണ്. പിന്നെ ഇങ്ങനത്തെ അവശത കണ്ട് നിങ്ങളാരും പേടിക്കണ്ട. കാരണം വയറ് പൊട്ടിയ ചാളയില്ലേ, അതായത് അതിൻ്റെ മുട്ടയും പിന്നെ അതിൻ്റെ ഉള്ളിൽ മുട്ട കണക്കാലുമുള്ളതെന്നാണ് എന്ത് പറയുള്ളായിരുന്നു. ആ സംഭവം ആകുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയായാലും വയറ് പൊട്ടിയിട്ട് നല്ല നെയ്യുള്ള ചാളയായിരിക്കും നമുക്ക് കിട്ടുന്നത്, പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ. അപ്പോൾ അങ്ങനത്തെ ചാള ചെയ്തുകൊണ്ടാണ്. അല്ലാതെ ചാളയ്ക്ക് യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചാള അങ്ങനെ ഞാൻ വെട്ടി ക്ലീൻ ചെയ്ത്, കാരണം അവിടെ കുറച്ച് കടയിൽ തിരക്കായിരുന്നില്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ വെട്ടി ക്ലീൻ ചെയ്താണ് വരുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് വേഗം തന്നെ കറി വയ്ക്കും. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി ചാറും കാര്യങ്ങളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചാറ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി നമ്മുടെ ചാളക്കുട്ടന്മാർ ഇതിനകത്തോട്ട് തട്ടിയാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് കറിയാകും. കറി ആയതിന് ശേഷം ഇനി എന്താണ് വീഡിയോ എടുക്കാനുണ്ട്. ഇന്ന് വൈകുന്നേരം വീഡിയോ ഇടാനുണ്ടല്ലോ. അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല, വീഡിയോ എടുക്കണം. അതൊക്കെ ഇച്ചാൻ എഴുന്നേൽപ്പിക്കണം.
എന്നിട്ട് വേണം കാര്യങ്ങളെല്ലാം ചെയ്യാൻ. ഇന്നാണെങ്കിൽ ക്ലൈമറ്റ് ഭയങ്കര മൂടിക്കെട്ടിയ ക്ലൈമറ്റാണ്. മഴ പെയ്യുന്നുണ്ട്. ഉടച്ച് കേട്ടോ. അതെന്താ റോണ പൂച്ചേനിട്ട് ഓടിക്കണേ. ഈ വെട്ടീൻ്റെ വേസ്റ്റ് ഞാൻ അവിടെ പൂച്ചക്ക് കൊടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അവനൊട്ടും ആദ്യ കിടന്ന് കറങ്ങുകയും ചെയ്യും. അവൻ മീനൊട്ടും തിന്നൂല. മീൻ കറി വെച്ചാലും വറുത്താലും ഒന്നും അവൻ റോണ തിന്നൂല. മീൻ തിന്നേ ഇല്ല. തിന്നണ സാധനങ്ങളെ പൊട്ടൊട്ടും തീറ്റിക്കേ ഇല്ല. അതാണ് ഞങ്ങളുടെ റോണോൻ്റെ ഇപ്പോഴത്തെ. ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ആകെ മൂടിക്കെട്ടി. മഴ പെയ്യണമില്ല, പക്ഷെ ആകെ മൂടിക്കെട്ടി. മഴ പെയ്യണമെന്ന് പറഞ്ഞാൽ തുള്ളി തുള്ളി പെയ്തു. മഴക്കാർ ഭയങ്കര മഴക്കാരും ഒക്കെ ഉണ്ട്. പക്ഷെ പെയ്യണ മഴയെന്ന് പറയുന്നത് ഭയങ്കര ചെറിയ മഴ. ഞാനാണെങ്കിൽ ഇന്നലെ ഇത് നോക്കിയേ മുളകൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. സാധാ മുളകുണ്ട്, പിന്നെ 1/2 കിലോ സാധാരണ മുളകും വാങ്ങിയിട്ടുണ്ട്, പിന്നെ 1/2 കിലോ കാശ്മീരി മുളകും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിയും വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ മിക്ക വ്ളോഗിലും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഞാനെപ്പോഴും ഇങ്ങനത്തെ മുളകൊക്കെ വാങ്ങി പൊടിപ്പിച്ച് ഉള്ള പണിയാണ് എനിക്ക്. അല്ലാതെ കടയിൽ നിന്ന് മറ്റേ പാക്കറ്റിൽ അങ്ങനെ പരിപാടിയില്ല. മല്ലിപ്പൊടി ആയാലും മുളക് പൊടി ആയാലും ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിൽ ചെയ്തേക്കണ ആ ഒരു രീതിയാണ് ഞാനിപ്പോഴും. അല്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചേക്കണ ഇതാണ്. വീട്ടിൽ അമ്മ ഇങ്ങനെ സപ്ലൈക്കോന്ന് മുളകൊക്കെ വാങ്ങി, പിന്നെ പുറത്തുനിന്ന് വേറെ മുളക് വാങ്ങിയിട്ട് അത് മിക്സ് ചെയ്തിട്ട് കഴുകി ഉണക്കി വെയിലത്തിട്ട് ഉണക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുക. അതേപോലെ തന്നെ മല്ലിപ്പൊടി, ഗോതമ്പൊടിയും പച്ചരിയും ഇതെല്ലാം എൻ്റെ അമ്മയും പപ്പയും കൂടി അങ്ങനെയും ചെയ്ത് ഞാൻ കണ്ടേക്കണത്. അല്ലാതെ അവർ പുറത്തുനിന്ന് ഗോതമ്പ് ആട്ടപ്പൊടി വാങ്ങി ഉള്ള ഇത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് ഗോതമ്പൊടിയൊക്കെ കിട്ടൂലേ, ആ ഗോതമ്പൊടിയൊക്കെ ഉണക്കി വെയിലത്തിട്ട് അങ്ങനെയൊക്കെയാണ് പപ്പയും അമ്മയൊക്കെ ചെയ്തിട്ടുള്ളത്. കുറേ പേര് ഇപ്പോഴും ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. ഇപ്പോഴും എൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയൊക്കെ തന്നെയാണ് മുളക് പൊടിയും കാര്യമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനും എൻ്റെ പപ്പയും അമ്മയും ചെയ്ത് കണ്ടേക്കണത് ശീലം ആണ് എനിക്ക് കിട്ടിയേക്കണം. അതുകൊണ്ട് ഞാൻ പിച്ചായി പറയും, നീ എന്തിനാണ് ഇത്രയും കിടന്ന് പാട് പെടുന്നത് ബിനീഷാ, നിനക്ക് പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങിയാൽ പോലെയെന്ന്. അപ്പോൾ ഞാൻ പറയും, ചായ എനിക്ക് ഇങ്ങനെയാണ് തൃപ്തി, ഇങ്ങനെയാണ് നമുക്ക് ലാഭം. അതും നമ്മൾ നോക്കണമല്ലോ. അങ്ങനെയാണ് നമുക്ക് ലാഭം. മറ്റേന്ന് പറഞ്ഞാൽ 80 രൂപ പാക്കറ്റിലൊക്കെ കുറച്ച് മുളക് പൊടി ഉണ്ടാവും. ഇതാകുമ്പോൾ നമ്മൾ മുളക് വാങ്ങിയിട്ട് 80 രൂപ 50, 60 രൂപ 30 രൂപ ഇതിൽ നമ്മൾ കൊണ്ട് പൊടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റേറ്റേ വരുള്ളൂ. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലാഭമാണ്. ഇത് കുറേ നാളുണ്ടാവും. 3-4 മാസം മുളക് പൊടി എനിക്കിതുണ്ടാവും. മല്ലിപ്പൊടി അതുപോലെ തന്നെ 3-4 മാസം ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ മല്ലിപ്പൊടി ഞാൻ അമ്മച്ചിക്ക് പകുതി എപ്പോഴും അമ്മച്ചിക്ക് കൊടുത്തിടും. പിന്നെ അമ്മച്ചി പുറത്തുനിന്നാട്ടോ വാങ്ങണത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുപോയി കൊടുത്തു തോന്നുന്നുണ്ട് അമ്മച്ചിക്ക്. അപ്പോൾ ഇത്തവണ ഞാൻ 1 കിലോ വാങ്ങിയിട്ടുള്ളൂ. നോക്കട്ടെ, പൊടിപ്പിക്കണഞ്ഞു. ഞാൻ പിച്ചാരോട് പറയണേന്ന്, ഞാൻ മുളക് വാങ്ങിയിട്ടുണ്ട് ചായി, ഇനി കഠിനമായ മഴയായിരിക്കോട്ടെന്ന് പറഞ്ഞു. അതുവരെ തലേദിവസം വരെ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. ഞാൻ ഇന്നലെ രാവിലെ വാങ്ങിയപ്പോൾ മുതൽ മഴക്കാലം, അതായത് മഴയും ഉണ്ട് മഴക്കാലം ഉണ്ട്. അതായത് ആകെ മൂടിയ അവസ്ഥ. നമുക്ക് ഇത് നനച്ചിട്ട് നമുക്ക് കഴുകിയിട്ട് ഇത് വെയിലത്തിടാനുള്ള അവസ്ഥ വന്നില്ല. അതാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ദിവൻ ഈ കുറുമ്പൻ ഇവനാണ് ആള്. ഞാനിപ്പോൾ ഇച്ചായനെ കൊണ്ട് തേങ്ങ പൊതിപ്പിച്ചിട്ടാണ് അരക്കാൻ വേണ്ടിയിട്ട്. ആ തേങ്ങയുടെ മടലെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് മെനകേടാക്കി വെച്ചത്. നിൻ്റെ യജമാനനെ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ഞാനിത് ക്ലീൻ ചെയ്യിപ്പിക്കും. ഞാൻ ക്ലീൻ ചെയ്യൂല കേട്ടോ റോണോ. ഇവിടെ എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് ഇവനെ എന്തെങ്കിലും കൊടുത്തേക്കട്ടെ. പിന്നെ പൊതുവേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അമ്മച്ചി കൊണ്ടുപോയത് ഓർമ്മയില്ല. അമ്മച്ചി മടലെല്ലാം കൊണ്ടുപോയതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരൻ കളിക്കാൻ. എന്താ നോക്കണേന്നൊന്നുണ്ട്. എന്താണ് ഇവിടെ നിൽക്കണേ. അപ്പോൾ വഴക്ക് പറഞ്ഞല്ല, അതിന് മാറിയതാ. ഇപ്പോൾ ദേ കിളികളുടെ ഒച്ച കേട്ടപ്പോൾ നോക്കണേ. അവിടെ കിളികളുടെ ഒച്ച കേൾക്കണുണ്ട്. അങ്ങോട്ട് പോണേ കേട്ടോ, നോക്കി പോണേ. അപ്പോൾ ദേ ഇത് കണ്ടില്ലേ, ഇതിവിടെ ഒരു സാധനം കിടന്നു വെച്ച് നമ്മുടെ പൈപ്പിൻ്റെ ഇത് അതവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അത് കടിച്ച് പൊട്ടിച്ചേക്കുന്നു. എന്ത് കുരുത്തക്കേടാണോ നീ? എന്ത് കുരുത്തക്കേടാ നീ? കാലയിലൊക്കെ ചെളി അല്ലേ? കാലയിൽ ചെളിയൊക്കെ വന്നിരുന്നു. വേറൊന്നുമല്ല, ഞാൻ അവിടെ വേസ്റ്റ് ഒരു മൂലക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പൂച്ച വന്ന് തിന്നോളൂ. കാക്കയെ പൂച്ച എന്തെങ്കിലുമൊക്കെ തിന്നോളൂ. അത് തന്നെ പൂച്ചയെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടപ്പോൾ ഈ ചെറുക്കൻ കിടന്ന് ഓടി മറിഞ്ഞതാണ് ഇവിടെ കിടന്നു. അപ്പോൾ ആ ചെളിയിൽ ആ അവിടെ ചവറ് കത്തിക്കുന്ന ചാരത്തിലൊക്കെ കിടന്ന് ഓടി മറിഞ്ഞിട്ട് കാല് മൊത്തം അഴുക്കാക്കി വെച്ചിട്ടുണ്ട്. കിട്ടിക്കോളും അത് പറഞ്ഞ് നീറ്റ് വരുമ്പോൾ കിട്ടിക്കോളും. നോക്കിയാൽ എല്ലാം പറയണെല്ലാം മനസ്സിലാവും കേട്ടോ. നമ്മൾ എന്തൊക്കെ പറയണുണ്ടോ അതെല്ലാം പുള്ളിക്കാൻ മനസ്സിലാവും. പക്ഷേ ഇച്ചായിക്കുള്ള ചിക്കൻ കറിയും കാര്യങ്ങളും കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ മീനായതുകൊണ്ട് ഉച്ചക്ക് ചോറ് തിന്നോളൂ. അപ്പോൾ ഉച്ചക്ക് ഞാൻ ചോറ് തിന്നുമ്പോൾ മീൻകറി മതി എന്നുകൊണ്ട് ചിക്കൻ വെക്കാൻ പോയതാണ്. കഴുകിയൊക്കെ വെച്ചാൽ ചിക്കൻ വെക്കാൻ പോയതാണ്. അപ്പോഴാണ് അയ്യോ ഇന്ന് മീനുണ്ടല്ലോ, പിന്നെ എന്തെങ്കിലും ചിക്കൻ വെക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പോയി കുറച്ച് നേരം കിടക്കട്ടെ എന്നുകൊണ്ട് പോയതാണ് റെസ്റ്റ് എടുക്കാൻ. ഇനി റെസ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവിടെ റോഡ് പണി ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. കിട്ടിക്കോളോട്ടാ വരുമ്പോൾ.
ചോറ് കഴിക്കാൻ വേണ്ടി പോകണ്ട. ഇച്ചായ അപ്പുറത്ത് ഇച്ചായുടെ ചോറ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ദേ ഇച്ചിരി അമ്പഴങ്ങ അച്ചാറുണ്ട്, അത് തീരാറായി. അപ്പോൾ ഇതൊന്നും ഇങ്ങോട്ട് തീർക്കാമെന്ന് വെച്ച് കുറച്ചെടുത്തിട്ട് പിന്നെ ദേ ചാളക്കറി വെച്ചത് വേണം വേണ്ട. അപ്പം അങ്ങനെ ഞങ്ങൾ ചോറ് തിന്നട്ടെ. ചോറ് തിന്നിട്ട് ഇനി അടുത്ത പരിപാടിയോ. വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. മോന് വഴക്ക് പറഞ്ഞു തരണോ? അയ്യോ ഞാൻ കണ്ട് കാണിച്ചു കൊടുത്തത് നീ എന്താ കാണിച്ചു വെച്ചത് കണ്ടില്ലേ? അടിപ്പം ഞാൻ എടുക്കണ വടി എടുക്കണമെന്ന് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു. മഞ്ഞ അപ്പൊ ഞാനും നോക്കി ഗൈസ് മഞ്ഞത്. ബിനീഷക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ ഇങ്ങനെ യൂണിഫോമിൽ നടത്തണമെന്ന് എപ്പോഴും എന്നോട് പറയും. പക്ഷെ ഞാനങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. യാദൃശ്യമായിട്ട് ഇട്ടതല്ല, വളരെ ആവശ്യമാണ്. അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് ഒറ്റ ജിബിയും കുറച്ചും കൂടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം പോണത് കാരണതേ റോണോന് ഇവിടെ കൊണ്ടു ഇട്ടിട്ടാ. സാധാരണ ഇവർ അങ്ങനെ ഇവിടെ കെട്ടാത്തതാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചെറുക്കനെ അവിടെ അപ്പോൾ മോൻ കയറ്റി പിടിച്ചിരിക്കണേ ഇപ്പോൾ. അങ്ങനെ പോകുമ്പോഴൊന്നും മനസ്സിലായി. അതുമല്ല കേൾക്കുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മീൻ കറി വെച്ചപ്പോൾ റോണോ മീൻ തൊടൂല, മീൻ തിന്നൂല, മീനിൻ്റെ മുള്ളോ മീനോ ഒന്നും തിന്നില്ലെന്ന്. ഇന്നൊരു അത്ഭുതം ഉണ്ടായി. ഇന്ന് റോണോ മീനിൻ്റെ മുള്ള ഞാൻ കൊണ്ട് പൂച്ചക്ക് കൊടുത്തപ്പേ അതേ നമുക്ക് ഇങ്ങനെ പൂച്ച കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഒരാൾക്ക് കൈ കൊണ്ട് കൊടുക്കണം. എൻ്റെ റോണോ ഇഷ്ടമല്ല. ഇവിടെ മോനെ കളിയാക്കണത് തന്നെ. ഇപ്പോൾ രംഗണ്ണനാണ് സിൽവറും രണ്ട് മലക്കിട്ട് നിൽക്കണം. കാര്യം ഇവിടെ കെട്ടാറില്ല അവരെ. അപ്പോൾ പോകണമെന്ന് മനസ്സിലായിട്ടതെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയായി. ഇച്ചയുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ജിബിയും കൊച്ചു വന്ന് പോയി. അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇച്ചായ എൻ്റെ പാക്കിൽ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇച്ചായ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം എന്താണ് ഇച്ചായ ഇന്നത്തെ ദിവസം അങ്ങനെ പോയല്ലേ? ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. മഴ ഒരു രക്ഷയില്ല, എന്തോ മഴയൊന്നും. അതെ, മഴ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് നല്ല മഴ പെയ്തത്. രാവിലെ ഒന്നും മഴ അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായില്ല. വെറുതെ മഴക്കാർ വന്ന് പോകണം മാത്രമേ ഉണ്ടായുള്ളൂ. കല്യാണ രാമൻ സിനിമ ഇരുന്ന് കാണുന്നില്ല. അപ്പം ഇച്ചായി കുറച്ച് ഇപ്പം ഇന്ന് ഇതിനകത്ത് ഹോട്ട്സ്റ്റാറിൽ പുതിയ സിനിമ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ഫുഡ് കഴിക്കുന്നത് നമുക്ക് അതൊന്ന് കാണാമല്ലോ. യെസ്, അപ്പം ഞങ്ങൾ ഇന്ന് അതിരുന്ന് കാണും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ വ്ളോഗും കാര്യങ്ങളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോസിന് എല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അല്ലേ? ഓക്കെ, ബൈ.